നമസ്കാരം. 17ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കാഹളം ഉയരുമ്പോൾ പടക്കളം എത്തി നിൽക്കുന്നത് ചരിത്രമുറങ്ങുന്ന മണ്ണിലാണ്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ മണ്ഡലം. ആലപ്പുഴ, കോട്ടയം, കൊല്ലം. കൊടിക്കുന്നിൽ സുരേഷിലൂടെ UDF മണ്ഡലം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ പിടിച്ചെടുക്കുക മാത്രമാണ് LDFിന്റെ ലക്ഷ്യം. തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ BJPയും ശക്തമായി രംഗത്തുണ്ട്. പടക്കളത്തിൽ അതിഥികളായി എത്തുന്നു A. രാഘവൻ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ദേവസ്വം ബോർഡ് അംഗം; KK ഷാജു, UDF നേതാവ്, മുൻ MLA; MV ഗോപകുമാർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി. ആദ്യം ശ്രീ A. രാഘവൻ. ദേശീയ തലത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ് ഇത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസരം കൂടിയാണ്. അതോടൊപ്പം മണ്ഡലത്തിലെ വിഷയങ്ങളും വളരെ ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അങ്ങ് നോക്കിക്കാണുന്നത്? ഇത് വലിയൊരു നഷ്ടത്തിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. 47-ൽ രാജ്യം സ്വതന്ത്രമായി. നമ്മൾ ഒരുപാട് വർണ്ണങ്ങൾ കൊണ്ട് ഒരുപാട് അക്ഷരങ്ങൾ നെയ്ത് കൂട്ടുകയുണ്ടായി. ആ നെയ്തുകൂട്ടിയ അക്ഷരങ്ങളാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനയിൽ ഒത്തിരി വർണ്ണങ്ങൾ ചേർത്ത്, വർണ്ണങ്ങൾ ചാലിച്ച് എഴുതി ചേർത്ത ഏടാണ് മതനിരപേക്ഷത എന്നത്. ആ മതനിരപേക്ഷ ഏട് ഭരണഘടനയിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മതനിരപേക്ഷത എന്ന ഏടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു സാമൂഹ്യ വിഭാഗം മുസ്ലിം ന്യൂനപക്ഷമാണ്. മറ്റൊന്ന് ദളിതാണ്. ഖർവാപ്സി പോലെയുള്ള നടപടികൾ കൊണ്ടുവന്ന് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൈകാര്യം ചെയ്യുകയായിരുന്നു മറ്റൊന്ന്. ചിന്തിക്കുന്ന തലച്ചോറുകളെ നിർവീര്യമാക്കുക എന്നത് മറ്റൊരു പരിപാടിയായി. ഇങ്ങനെ ഒരു രാജ്യത്തെ ചിന്താശീലമുള്ളവരെ, സാമൂഹ്യമായി വ്യത്യസ്തമായ ചിന്തയുള്ളവരെ, സാമൂഹ്യ ജീവിതത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട തട്ടിലേക്ക് മാറ്റപ്പെട്ടവരെ എല്ലാം അമർച്ച ചെയ്യുന്ന ഒരു നിലയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഈ ആസുരതയുടെ കാലഘട്ടത്തിലും പ്രതീക്ഷയുടെ വെള്ളിവെളിച്ചം പ്രദാനം ചെയ്തുകൊണ്ടാണ് 1000 വിജയദിനങ്ങളിലൂടെ കേരളം കടന്നു പോകുന്നത്. ഈ 1000 വിജയദിനങ്ങൾ എന്ന് പറയുമ്പോൾ ദേശീയ പത്രങ്ങൾ മാത്രമല്ല, അന്തർദേശീയ പത്രങ്ങൾ പോലും പ്രകീർത്തിക്കുന്ന വികസനത്തിൻ്റെ പുതിയ വസന്തങ്ങൾ ഇവിടെ വിരിയിച്ചുകൊണ്ടിരിക്കുകയാണ്. മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം ഒരു ശൂന്യതയാണ്. എല്ലാ മേഖലയിലും ഒരു ശ്മശാന ശൂന്യതയാണ്. എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒരു സംഭവം നടന്നിട്ടില്ല, ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും പറയാനില്ല. അദ്ദേഹത്തിന് പക്ഷേ ഒരു പറയാൻ കഴിയുന്നത് ഒരു ITBP ആയിരിക്കാം. വരാനിരിക്കുന്ന ഒരുപാട് തലമുറയ്ക്ക് എന്തെങ്കിലുമെല്ലാം തൊഴിൽ സാധ്യതയും സാമൂഹ്യ വികാസത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്നതുമായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന പ്രദേശമാണ് ഈ വിഭാഗത്തിനായി വിട്ടുകൊടുത്തത്. ശ്രീ KK ഷാജു. വരാമോണ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. എല്ലാ തെരഞ്ഞെടുപ്പും നിർണായകമാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് അതിനേക്കാൾ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒന്ന്, നേരത്തെ 10 വർഷക്കാലം ഇന്ത്യയിൽ അധികാരത്തിലുണ്ടായിരുന്ന, ലോകമാകെ അംഗീകരിച്ച, ബഹുമാനിച്ച ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഗവൺമെൻറ്റിൻ്റെ അഴിമതിയുടെയും മറ്റു തരത്തിലുള്ള ആരോപണങ്ങളുടെയും പുകപടലങ്ങൾ സൃഷ്ടിച്ച് ആ ഗവൺമെൻറ്റിനെ ഇരുട്ടിൽ നിർത്തി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അവസാനം വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വെച്ച് നോക്കുമ്പോൾ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലടക്കം കൃത്രിമം നടത്തിക്കൂടി. അപ്പോൾ 2 മാർഗത്തിലാണ്. ഒന്ന്,
അഴിമതി ആരോപണങ്ങളെ പുകപഠനം സൃഷ്ടിക്കുക, രണ്ടാമതായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തുക. ഈ രണ്ട് വഴിയിലൂടെ ഒരു ജനകീയ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇതപര്യന്തമുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഈ ഗവൺമെൻറ് തന്നെ ശ്രീ നരേന്ദ്രമോദി തന്നെ തുടർന്ന് മുമ്പോട്ട് പോയാൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഭാരതത്തിലുണ്ടാവില്ല. ഈ രാജ്യം നെടുനാളായി നേടിയെടുത്ത എല്ലാ നന്മകളെയും നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യുക മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ ജീവവായു എന്നറിയപ്പെടുന്ന ജനാധിപത്യത്തെ കുഴിച്ച് മൂടാനുള്ള പ്രവണത എല്ലാ മേഖലകളിലും ദൃശ്യമാണ്. ഇവിടെ ലഭിക്കുന്ന പുതിയ അധികാരലബ്ധി ശ്രീ നരേന്ദ്രമോദിയെ മറ്റൊരു ഹിറ്റ്ലറോ മറ്റൊരു സ്റ്റാലിനോ ആക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികൾ, രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാം ഒത്തുചേർന്ന് ഈ അമിതാധികാര സ്വേച്ഛാധിപത്യ ശക്തികൾക്കെതിരായി ഒരു മതനിരപേക്ഷ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിന്നിൽ അണിചേരാൻ പോകുന്ന സത്മുഹൂർത്തത്തിൻ്റെ സമുദ്ഘാടനമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അരങ്ങേറാൻ പോകുന്നത് എന്നാണ് എനിക്ക് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി ആദ്യമായി പറയാനുള്ളത്. രണ്ടാമതായി, ഇവിടെ 1000 നല്ല ദിനങ്ങളല്ല, 1000 ദുർദിനങ്ങൾ, ജനങ്ങൾ ഓർക്കാൻ ഭയപ്പെടുന്ന, ജനഹൃദയങ്ങളെ ഭീതിപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന, രക്തത്തിൻ്റെയും കബന്ധത്തിൻ്റെയും കഥകൾ മാത്രം പറയാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്. ഓക്കി ദുരന്തം വന്നപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ മുറിയടച്ച് കുത്തിയിരുന്ന ഒരു മുഖ്യമന്ത്രി. ഇവിടെ ഈ പ്രളയ ദുരന്തം ഉണ്ടായപ്പോൾ കേന്ദ്രസേനയെ വിളിക്കാൻ വന്നപ്പോൾ കേന്ദ്രസേന വേണ്ടെന്ന് പറഞ്ഞവർ. അടൂരിൻ്റെ മണ്ണിൽ കേന്ദ്രസേന, ദ്രുതകർമ്മസേന 3 ദിവസക്കാലമാണ് വണ്ടിയിൽ നിറങ്ങാതെ അവിടെ കടന്നത്. അവർ അവസാനം പറഞ്ഞു, സമ്മർദ്ദം വന്നപ്പോൾ പറഞ്ഞു കേന്ദ്രവും വന്നോട്ടെ എന്ന് പറഞ്ഞു. ആ നിലയിൽ നടത്തിയ, ഇവർ തന്നെ ഉണ്ടാക്കിയ ദുരന്തത്തിൻ്റെ ഫലമായി നാം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയ ദുരിതത്തിൻ്റെ മാറാത്ത ദുരിതങ്ങൾ, അതെല്ലാം നമുക്ക് സമ്മാനിച്ച ഒരു ഗവൺമെൻറ്. ആളെ കൊല്ലുക എന്നുള്ളത് ദിനചര്യയാക്കി മാറ്റിയ ഒരു ഗവൺമെൻറ്. അതിനു വേണ്ടിയിട്ട് ആളെ കൊല്ലുക എന്നുള്ളത് ദിനചര്യയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്. പ്രതികൾക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്. പ്രതികളുടെ വീട്ടിൽ റേഷൻ വാങ്ങിച്ചു കൊടുക്കുക, പ്രതികളുടെ വീട്ടിൽ കല്യാണം നടത്തി കൊടുക്കുക, പ്രതികളെ ഓമനിക്കുക, ഈ നിലയിൽ പോകുന്ന ഒരു ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾ ഭയപ്പെടുകയാണ്. വികസനത്തെ സംബന്ധിച്ചൊന്നും പറയണ്ട. വികസനം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ വികസനം മുഴുവൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്. അത് മെട്രോയാണെങ്കിലും വിഴിഞ്ഞമാണെങ്കിലും കണ്ണൂർ എയർപോർട്ടാണെങ്കിലും എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് സ്ഫുടം ചെയ്ത് കൃത്യമായി അറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ശ്രീ ഗോപകുമാർ, BJP ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മാവേലിക്കരയിൽ സാന്നിധ്യം അറിയിക്കാനല്ല. ഈ 2 മുന്നണികളും ഒന്നാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ മാവേലിക്കര പാർലമെന്റിൽ നിന്നും ജയിക്കാൻ തന്നെയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ഈ ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റി ഇവർ രണ്ടുപേരും പറഞ്ഞ അഭിപ്രായത്തെ ഒന്നും ഖണ്ഡിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തെ ജനങ്ങൾ ഇന്ന് ഒറ്റക്കെട്ടായി നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ 2 മുന്നണികളും ചേർന്ന് രാജ്യത്തെ നശിപ്പിച്ച് നാമാവശേഷമാക്കിയ സ്ഥലത്തു നിന്നാണ് നരേന്ദ്രമോദി സർക്കാർ. അതിനിടയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അടൽജിയുടെ സർക്കാരും കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഭാരതത്തിൻ്റെ സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള അവിടെ നിന്നാണ് നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇന്ന് രാജ്യത്തിന് മറ്റു രാജ്യങ്ങൾക്ക് കടം കൊടുക്കാൻ കഴിയുന്ന, മറ്റു രാജ്യങ്ങളെ സഹായിക്കാൻ കഴിയുന്ന, ഈ രാജ്യത്തിൻ്റെ മുഴുവൻ, ഈ ലോകത്തിൻ്റെ മുഴുവൻ പിന്തുണയോടുകൂടി ഇപ്പോൾ ഭീകരവാദത്തിനെതിരായി പോരാടുന്ന നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമായി ഭാരതത്തെ മാറ്റി. ജൻധൻ യോജന മുതൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1 രൂപ അക്കൗണ്ട് നിക്ഷേപിക്കാനില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള പാവങ്ങൾക്ക് ജൻധൻ യോജന അക്കൗണ്ട് തുടങ്ങി ഇന്ന് അവസാനമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന പ്ലസ് പദ്ധതി, കർഷക സമ്മാൻ പദ്ധതി, ഈ തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ടുള്ള സർക്കാർ ഈ രാജ്യത്ത് ഭരണത്തിലെത്തുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കേരളത്തിലും വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് സംശയമില്ല. മണ്ഡലത്തിലെ വോട്ടർമാരിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ആദ്യം മണ്ഡലത്തിലെ വികസന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കണം ചോദിക്കേണ്ടത്. പിന്നീട് നമുക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കാം, മറ്റു വിഷയങ്ങളിലേക്ക് കിടക്കാം. നിലവിലെ MP-യുടെ പ്രതിനിധിയായി UDF-ന്റെ പ്രതിനിധിയായിട്ട് എത്തിയിട്ടുള്ള അദ്ദേഹത്തിനോട് ചോദ്യമുള്ളത്, തീർത്തും അപഹാസ്യനായ ഒരു MP ആയിരുന്നു. അതിൻ്റെ യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ 10 വർഷക്കാലം മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 20 MP-മാരുണ്ടായിരുന്നു. അതിൽ 0 മാർക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ടത് മാവേലിക്കര MP-ക്കാണ്.
കാരണം കേന്ദ്ര സർക്കാരിൽ സ്വാധീനം ചെലുത്തിയിട്ട് എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ പിന്നെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലും കൃത്യമായിട്ട് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല. ഇവിടെ ചോദിച്ച പോലെ ITBP കൊണ്ടുവന്ന സമയത്ത് ഇവിടെ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ പറ്റുമായിരുന്നു? ആശ്രയമായേണ്ട കേരളത്തിൽ വരേണ്ട ഒരു ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആശുപത്രി വരേണ്ടടുത്ത് ITBP കൊണ്ടുവന്നു. ചാരുമൂടും നൂറിനാടും ടൗൺഷിപ്പ് ആകുമെന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് കായംകുളം റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷനായി മാറ്റുമെന്ന് പറഞ്ഞു. പ്രദേശത്തുള്ളവർക്ക് റിക്രൂട്ട്മെന്റില് എങ്ങനെ സംവരണം നടപ്പിലാക്കാൻ പറ്റും? പ്രാദേശികമായിട്ട് സംവരണം നടപ്പിലാക്കാൻ പറ്റുമോ? പിന്നെ ഓവർബ്രിഡ്ജിന് മുകളിൽ കൂടി ഒരു പൈപ്പ് ലൈൻ വരുന്നതായിട്ട് അനാഥപ്രേതം പോലെ ഒരു ടാങ്ക് കിടക്കുക, അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം MP-ക്കാണ്. ഇതിനെല്ലാം മറുപടി UDF-ന്റെ പ്രതിനിധി പറയണം. തീർച്ചയായും ഏതായാലും ITBP-യെ പറ്റി പറഞ്ഞു നന്നായി. ITBP-യെ എതിർത്തത് ഞങ്ങളാണെന്ന് ശ്രീ രാഘവൻ ഇവിടെ പറയുകയുണ്ടായി. ITBP എന്ന് പറയുന്നത് പിന്നെ ബോർഡറിൽ നമ്മുടെ ജോലി ചെയ്യുന്ന ആളുകൾ കോടമഞ്ഞിനെ വെല്ലുവിളിച്ച് തണുപ്പിനെ അതിജീവിച്ച് ജീവിക്കുന്നവരാണ്. അവർ 2 വർഷം മാത്രമേ അവിടെ പോസ്റ്റിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതില്ലാത്ത സ്ഥലത്ത് അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കുടുംബ കാര്യങ്ങളിലെ സൗകര്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് തണുപ്പൊഴിഞ്ഞ മേഖലയിൽ ഇതുപോലെയുള്ള ട്രെയിനിങ് 2 വർഷം അവിടെ കുടിതാമസമില്ല. പട്ടാളക്കാർ അറിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്, അങ്ങനെയില്ല. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സ്ഥലം അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് ഇവിടെ അത് പിന്നെ നിർദ്ദേശം വന്നത്. ആ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ രാഘവൻ പറഞ്ഞത് ശരിയല്ല. 175 ഇല്ല, 136. ഞാൻ MLA ആയിരുന്നപ്പോൾ അളപ്പിച്ചതാണ്. 136 ഏക്കറാണ് വരുന്നത്. ആ 136 ഏക്കർ വരുന്നതിൽ മുഴുവൻ 200 താഴെയുള്ള അന്തേവാസികളേ ഉള്ളൂ. ഇപ്പോൾ പുതിയ അഡ്മിഷൻ ഇല്ല. അതുകൊണ്ട് അവിടെ ഉള്ള ആളുകളുടെ കാലം കഴിയുന്നതോടുകൂടി അത് നീർന്നു പോകും. അതാണ് അതിൻ്റെ അവസ്ഥ. ഇപ്പോൾ ലെപ്രസിയുടെ ചികിത്സ അതായത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലാണ് നടക്കുന്നത്. ഇതൊക്കെ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഒന്ന് വർത്താനം പറയുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ 136 ഏക്കറിൻ്റെ വിപുല വ്യാപകമായിട്ടുള്ള ഏരിയയിലെ കൂടുതൽ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഏത് സംവിധാനം വരുവാണെങ്കിലും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. ഞങ്ങളിതല്ല ആദ്യം ഉദ്ദേശിച്ചത്, BSF ആണ്. ആ BSF വന്നപ്പോൾ ഇതുപോലെ തന്നെ സമരം നടത്തി. ഈ അന്തേവാസികൾ കുറേ ആളുകളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി, സെക്രട്ടേറിയറ്റിനകത്ത് കൊണ്ടുപോയി, മുഖ്യമന്ത്രിയുടെ ചേംബറിൽ കൊണ്ടുപോയി ബഹളം ഉണ്ടാക്കി. അവസാനം എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അത് വളരെ വിരുദ്ധനായിട്ടുള്ള CPI-യുടെ മന്ത്രി KP രാജേന്ദ്രൻ അത് തട്ടി തൃശ്ശൂർ കൊണ്ടുപോയി. ഇപ്പോൾ 5-ാം ബറ്റാലിയൻ അവിടെ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ 100 ഇരട്ടി വികസന സാധ്യത ഉണ്ടായിരുന്നതാണ് BSF. അതിനെ തല്ലി തകർത്ത് ഇവിടെ നിന്ന് ഓടിച്ചതിൻ്റെ ക്രെഡിറ്റ് രാഘവനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഉള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. KP റോഡിലെ എന്താ പ്രത്യേകത? ഒരു ഇതെന്താണെന്നറിയോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം പോലീസും കോടതിയും പട്ടാളവും എല്ലാം ഭരണവർഗത്തിന്റെ മർദ്ദനായുധങ്ങളാണെന്നുള്ള പഴകി ദ്രവിച്ച ഒരു പ്രത്യേക ചോദ്യത്തിന് മറുപടി അപ്പോ പിന്നെ ITBP-യുടെ അവിടെ കൊണ്ട് സ്ഥാപിക്കാൻ വലിയ പോരാട്ടം നടത്തിയാണ് സ്ഥാപിച്ചത്. അതിന്റെ വികസന സാധ്യതകൾ വരികയാണ്. ഇപ്പം വലിയ കെട്ടിടങ്ങൾ വരുന്നു, പുതിയതായിട്ട് സ്കൂൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ വരും. ആരും അതിനകത്ത് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ ഒരു വികസന പ്രക്രിയ ആ രൂപത്തിൽ തന്നെ നടക്കും. അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൻ്റേതായിട്ടുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതി ആ ക്രമാനുഗതമായി അവിടെ വന്നുകൊണ്ടിരിക്കും. പിന്നെ MP-യെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ്. എന്തെങ്കിലും ചെയ്തെങ്കിൽ അതെല്ലാം നരേന്ദ്രമോദിയാണെന്നാണ് ഇപ്പോൾ ഇരിക്കുന്ന ആൾ പറയുന്നത്. ഇവിടെ നടക്കുന്ന ചെങ്ങന്നൂർ വികസനം വന്നു, ചങ്ങനാശ്ശേരി വികസനം വന്നു, മാവേലിക്കര വികസനം വന്നു. അതെല്ലാം നരേന്ദ്രമോദി ഇവിടെ നടന്ന വികസനം എല്ലാം നരേന്ദ്രമോദി. അതിനെ നമ്മുടെ രാജ്യത്ത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാരമായി മാറിയിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹം വീണ്ടും വലിയ നിലയിൽ അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ BJP ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ച തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട്. അതിലേതെങ്കിലും ഒരു കാര്യം ഈ രാജ്യത്ത് നടപ്പിലാക്കിയതിൻ്റെ കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ? നമ്മുടെ രാജ്യത്ത് BJP-യുടെ ഭരണം മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്ന നിലയിലേക്കാണ് ഇന്ന് കൊണ്ടിന്ന് എത്തിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ കാർഷിക മേഖല പരിപൂർണമായി തകർന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഏതാണ്ട് 12 വർഷത്തിനിടയിൽ കാർഷികോൽപാദനം ഏറ്റവും കൂടുതൽ കുറഞ്ഞ കാലഘട്ടമാണ് ഈ സന്ദർഭം. അതുപോലെ തന്നെ
രാജ്യത്തെ നാഷണൽ സാമ്പിൾ സർവേ നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ 45 വർഷത്തിനിടയിൽ ഉണ്ടാകാത്ത ഭീമമായ തൊഴിലില്ലായ്മയാണ് നരേന്ദ്രമോദിയുടെ 5 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പ്രതിവർഷം 2 കോടി പുതിയ തൊഴിൽ ദിനങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങളുടെ മന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞ കണക്കനുസരിച്ച് 3 ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1000 ദിനങ്ങൾ ദുർദിനങ്ങളാണെന്നാണ് ശ്രീ കെ ഷാജി ഇവിടെ സൂചിപ്പിച്ചത്. പക്ഷേ കേരളത്തിലെ ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം ഇല്ലേ, ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ പിന്നിട്ട 1000 ദിനങ്ങൾ 1000 ദിവസം കൊണ്ട് പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജനജീവിതത്തിന്റെ നാനാമേഖലകളിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ കണ്ണടച്ചിരുട്ടാക്കാനുള്ള ശ്രമമാണ് ഇക്കാര്യത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ശ്രീ ഗോപകുമാർ മറുപടി പറയൂ. ഈ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ളതല്ല എന്ന് പറഞ്ഞൊക്കെ ആരോപണം. എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള ഒരേ കാര്യമുള്ളൂ. ഈ കേന്ദ്രമന്ത്രിമാർ സംസാരിക്കുന്നത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിരിക്കും. അത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ഞങ്ങളുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഞങ്ങളുടെ ആദർശം എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനമാണ്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് അന്ത്യോദയ എന്നാണ്. അന്ത്യോദയ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അച്ഛാദീൻ എവിടെ എന്ന് ചോദിക്കുന്ന സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുണ്ടാകാം, ഞങ്ങളില്ലെന്ന് പറയുന്നില്ല. CPM-മാരും കോൺഗ്രസും ഉണ്ടാകാം, കാരണം അവർക്ക് ചോദിച്ചേ പറ്റൂ. അവരുടെ അച്ഛാദീനല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. സാധാരണക്കാരെ ജൻധൻ അക്കൗണ്ട് ഇന്ന് ഈ ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ, അവരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാൻ, ഒരു സീറോ ബാലൻസിലോ അക്കൗണ്ട് തുടങ്ങാൻ, ഞാൻ പറയട്ടെ സഹോദരൻ, അസൗഷ്ഠതയെ പറ്റി വലിയ കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾക്കാര് അസൗഷ്ഠത എന്തിനാ? അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിൽ തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോ പദ്ധതികളും, ഞാൻ എല്ലാ പദ്ധതികളും പറഞ്ഞാൽ ഇവര് പറഞ്ഞ മുദ്ര യോജന ഒരു ഈടുമില്ലാതെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇപ്പൊ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അതിനെ അട്ടിമറിക്കുമല്ലേ CPM സർക്കാർ? ധൈര്യമായിട്ട് ഞങ്ങൾ അതിന്റെ വിഹിതം കൊടുക്കാൻ തയ്യാറാണ്. കൃഷിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, ഒരൊറ്റ കാര്യം സൂചിപ്പിക്കാം. ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ ഈ പ്രളയകാലത്തുണ്ടായിട്ടുള്ള നഷ്ടം 8703 കർഷകർക്കാണ് നഷ്ടം. അവിടെ ആകെ കിട്ടിയ കേരള സർക്കാരുകൾ ആകെ കൊടുത്തത് 1.53 കോടി രൂപയാണ്. ആ കോടിയിൽ സംസ്ഥാനം കൊടുത്തത് 69.15 ലക്ഷം. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തത് 84.66. പ്രളയത്തിലുണ്ടായിട്ടുള്ള ചെളി നീക്കം ചെയ്യാൻ ഹെക്ടറിന് 12,500 രൂപ കൊടുക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. CPM സർക്കാർ പറഞ്ഞു 1 രൂപ പോലും കൊടുത്തില്ല. 1 രൂപ പോലും കൊടുത്തില്ല. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. കർഷകർക്ക് സഹായിക്കാൻ സംവിധാനം ഒരുക്കിയത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിന് നിങ്ങളെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഹെലികോപ്റ്ററിന് വാടക പറയാം, നിങ്ങൾ സമാധാനമായിട്ട് ചോദിക്കേ. ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനമുണ്ട്, സാധാരണയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടക്കും. ഹെലികോപ്റ്ററിന് വാടക കൊടുത്തോ? കൊടുത്തില്ലല്ലോ. വേണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് കാര്യമില്ല. കാര്യങ്ങൾ വസ്തു ചോദിച്ചില്ലെന്നേ. ഇപ്പൊ താങ്കൾ ചുരുക്കുക, താങ്കൾക്ക് മറുപടി ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി ഉണ്ടാവും. LDF സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പ്രളയത്തിൽ ഉൾപ്പെടെ മോശമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്, ഹിന്ദിയിൽ പറഞ്ഞത് ഇവിടെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണെന്ന്. തീർച്ചയായും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശമാണ്. എല്ലാ ഭാഷകളിലും അത് പറയുന്ന കാര്യങ്ങളാണ്, പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ എല്ലാ പത്രങ്ങളും വായിക്കുന്നു. എത്രയോ പത്രങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്, അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വായിച്ചിട്ടുള്ള ആളുകൾ മലയാളത്തിലും വന്നിട്ടുണ്ട്. മലയാളത്തിൽ ലിപിയില്ലാത്ത ഭാഷകളിൽ പോലും ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയാം, ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഏറ്റവും മിതമായ എൻ്റെ വാക്ക് ഞാൻ പറയുന്നത് ആളുകളെ വിഡ്ഢിയാക്കുന്നതിന് തുല്യമായ ഒരു പരാമർശമായി പോയി എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹം ഈ അന്ത്യോദയ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അന്ത്യോദയ എന്ന വാക്ക് ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ ഗാന്ധിയാണ്. ഗാന്ധിജിയുടെ വാക്ക് BJP എടുത്തോ? ഒരത്ഭുതമായി തോന്നുകയാണ്. ഗാന്ധിജി മണ്ണിൽ ജീവിച്ചുകൂടാ എന്ന് തീരുമാനിച്ചിട്ടുള്ള പാർട്ടിയാണ് BJP സംഘപരിവാറും. അപ്പൊ ഗാന്ധിജിയുടെ വാക്ക്, ഗാന്ധിജിയുടെ ഒരു ജീവിത സ്വപ്നം, ഗാന്ധിജിയുടെ ഒരു ജീവിത ലക്ഷ്യമായിരുന്നു. അന്ത്യോദയം എന്ന് പറഞ്ഞാൽ അന്ത്യത്തിന്റെ ഉദയം എന്നാണ്, അവസാനത്തിന്റെ ഉദയം എന്നാണ്.
അവസാനം നിൽക്കുന്ന കാതുകളില്ലാത്തവൻ, അവസാനം നിൽക്കുന്ന കണ്ണുകളില്ലാത്തവൻ, അവർക്ക് കണ്ണുകളും കാതുകളും ഉണ്ടാക്കുക ആണ് ലക്ഷ്യം. ഞാൻ ചോദിക്കുന്നത്, BJP ഈ രാജ്യത്തിനകത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം അവസാനം നിന്ന കണ്ണുകളില്ലാത്തവനും കാതുകളില്ലാത്തവനുമായ എത്ര ആളുകൾക്ക് നിങ്ങൾ കണ്ണുകളും കാതുകളും ഉണ്ടാക്കി കൊടുത്തു? ആസിഫ എന്നൊരു പെൺകുട്ടി, അതിന് കണ്ണുണ്ടാക്കി കൊടുക്കുകയായിരുന്നോ, നിങ്ങൾക്ക് കാതുണ്ടാക്കി കൊടുക്കുകയായിരുന്നോ ചെയ്തത്? നിങ്ങൾ വെറുതെ വർത്തമാനം പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കരുത് കേട്ടോ. രാഷ്ട്രീയമായി പറയാം, ധാർമ്മികമായി പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ഞാനതാണ് അതിന് മറുപടി മാത്രമേ അതേ പറയുന്നുള്ളൂ. പ്രളയത്തിൻ്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കണ്ണിന് എന്തെങ്കിലും സാരമായ തകരാറുണ്ട്, നല്ല വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ കാണണം. രാഷ്ട്രീയ തിമിരമാണെങ്കിൽ അതിന് ചികിത്സയില്ല. ശാരീരികമായ അവയവപരമായിട്ടുള്ള രോഗമാണെങ്കിൽ ചികിത്സയുണ്ട്. നല്ല ഡോക്ടർമാരെ കാണണം. ഈ കേരളം എല്ലാവരാലും പ്രശംസിക്കപ്പെടുന്ന തരത്തിൽ പ്രളയത്തെ അഭിമുഖീകരിച്ചു. നമ്മൾ അന്താരാഷ്ട്ര ഏജൻസികൾ വന്നിട്ട് കേരളം പ്രളയത്തെ അഭിമുഖീകരിച്ചതിന് അഭിനന്ദന വർഷം ചുരിഞ്ഞിട്ട് പോയവരാണ്. ഇതിനൊന്നും നമ്മൾ കാണുന്നില്ല അല്ലേ? അപ്പോൾ വസ്തുതകളെ കാണാതിരിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ തിമിരത്തിൻ്റെ സ്വഭാവമാണ്. ഇതൊരു രോഗമാണ്. ഈ രോഗത്തിന് ചികിത്സയില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മഹാരോഗത്തോടുകൂടി ഇത് അവസാനിക്കുകയുള്ളൂ. നമ്മുടെ ഈ കഴിഞ്ഞ 10 വർഷത്തെ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ MPയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഒരു അശൂന്യമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. കേരളം കണ്ടതിൽ വെച്ച്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രളയമുണ്ടായപ്പോൾ MPയുടെ ഒരു സാന്നിധ്യം ഈ മാവേലിക്കര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇല്ലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ യുവജനങ്ങളും സേവാഭാരതി പോലുള്ള സംരംഭങ്ങളുമാണ് ഇവിടെ പ്രവർത്തിച്ചത് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ട രാഘവൻ സാറിനോട് എനിക്ക് ചോദിക്കുവാനുള്ള ഒരു ചോദ്യം, കേരളത്തിന് വെളിയിൽ ഇപ്പോൾ പശ്ചിമ ബംഗാൾ എടുത്താലും തമിഴ്നാട് എടുത്തു കഴിഞ്ഞാലും കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള ഒരു സഖ്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. BJP പറയുന്നു അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ് എന്ന്. കോൺഗ്രസ് പറയുന്നു അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്ന്. എന്നാൽ CPM-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? സീതാറാം യെച്ചൂരിയാണോ അതോ രാഹുൽ ഗാന്ധിയാണോ? ഈ ആരാണ് പ്രധാനമന്ത്രി എന്നുള്ളത് പ്രസക്തമായ പ്രശ്നമല്ല, നയമാണ് പ്രശ്നം. അങ്ങനെ 2004 ആരാണ് പ്രധാനമന്ത്രി എന്ന് തീരുമാനിച്ചിട്ടല്ല രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി കാട്ടിയെന്ന് ജനം തിരിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെ അധികാരഭ്രഷ്ടമാക്കിയിട്ട് ഒരു സ്വതന്ത്ര ഭരണം വന്നു നമ്മുടെ രാജ്യത്തിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി. ഗൗഡയോ ഗുജറാളോ ആരും ആഗ്രഹിച്ചതോ പ്രഖ്യാപിച്ചതോ അല്ല, ആ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രധാനമന്ത്രിയാണ് അവരെല്ലാം. എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ഒരു പ്രധാനമന്ത്രിയെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ മൂർത്തമായ ഒരു സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി ഉയർന്നു വരും. ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷമായൊരു ഗവൺമെൻറ് ഉണ്ടാവണം. മതനിരപേക്ഷമായൊരു ഗവൺമെൻറ്റിന് അതിശക്തമായ വർഗീയ വിരുദ്ധ അടിത്തറയുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കണം. വർഗീയ വിരുദ്ധ അടിത്തറയുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അംഗസംഖ്യ പാർലമെൻറ്റിനകത്ത് ഉയരണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് പരമാവധി സീറ്റുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആളുകളെ വിജയിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. താങ്കളോട് ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ MPയുടെ പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്, പഞ്ചായത്ത് മെമ്പറിൻ്റെ അല്ല. പ്രളയം എഫക്റ്റ് ചെയ്തത് എല്ലായിടത്തും പ്രളയം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് കുട്ടനാടിനെയും ചെങ്ങന്നൂരിനെയുമാണ്. ആ പ്രളയത്തിൻ്റെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള സമയത്ത് കുട്ടനാട്ടിലും ചെങ്ങന്നൂരിലും തന്നെ കേന്ദ്രീകരിച്ചാണ് MP പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഒരു നീതി സ്റ്റോർ പോലെ. നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ കാണുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ കാണുന്നത്, നിങ്ങൾ ചെങ്ങന്നൂരൊന്നും നുണ പറയണ്ട, ഒന്നും പറയണ്ട, അങ്ങനെ നുണയൊന്നും പറയണ്ട. ഇവിടെ ഒന്നും ആർക്കും ചെങ്ങന്നൂരൊന്നും പോകാൻ പറ്റുമായിരുന്നില്ലല്ലോ. വാജ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ആർക്കും ചെങ്ങന്നൂരൊന്നും പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോ പിന്നെ വെറുതെ വാജ് ഇല്ല. ഇവിടെ ഒന്നും ആർക്കും ചെങ്ങന്നൂരിനും കുട്ടനാടിനൊന്നും പോകാൻ പറ്റുമായിരുന്നില്ല. അപ്പോ പിന്നെ വെറുതെ വാജ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ചെങ്ങന്നൂരിന് ആ പ്രളയത്തിന്റെ മൂർധന്യാവസ്ഥയില് ഈ നാട്ടിലെ ആർക്കും ചെങ്ങന്നൂരിനും പോകാൻ പറ്റുമായിരുന്നില്ല, ചങ്ങനാശ്ശേരിക്കും പോകാൻ പറ്റുമായിരുന്നില്ല. MP എങ്ങനെ പ്രവർത്തിച്ചു എന്നല്ല അറിയാം. നിങ്ങള്
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് മെമ്പർമാരുടെ പ്രവർത്തനം വിലയിരുത്തുന്നത് പോലെ MP-യുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന കാര്യമില്ല. പിന്നെ രാഘവൻ കാണുന്ന സ്വപ്നം ഇന്ത്യയിലൊന്നും ബൂത്ത് വിടരാൻ പോകുന്ന സ്വപ്നമല്ല രാഘവ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ജനമുന്നേറ്റം നടക്കുന്നുണ്ട്. അത് നമ്മൾ ജാർഖണ്ഡിൽ കണ്ടു, നമ്മൾ രാജസ്ഥാനിൽ കണ്ടു, നമ്മൾ മധ്യപ്രദേശിൽ കണ്ടു. ആ ജനമുന്നേറ്റം ഇന്ത്യ സകലം രൂപപ്പെടാൻ പോവുകയാണ്. ആ ജനമുന്നേറ്റത്തിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഈ അമിതാധികാര സ്വേച്ഛാധിപത്യ ശക്തിയെ തൂത്തെറിയും. നിങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ, നിതിൻ ഗഡ്കരി മാത്രമല്ല സാക്ഷാൽ കേരളത്തിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു, തെരഞ്ഞെടുപ്പിൽ പറയുന്നതൊന്നും പിന്നീട് നടപ്പിലാക്കാനുള്ളതല്ല എന്ന്. 15 ലക്ഷത്തിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ നിതിൻ ഗഡ്കരി മാത്രമല്ല പറഞ്ഞത്, അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം. ഈ നാട്ടിലെ ജനങ്ങളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് സുന്ദര വാഗ്ദാനങ്ങൾ നൽകി പറഞ്ഞ് പറ്റിച്ച് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ പുറത്താക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു സംശയം പാർലമെന്റിന്റെ വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ഇച്ഛാശക്തിയില്ല. ശരിക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. ഒരു ജനങ്ങളെ സഹായിക്കുന്ന ഒരു സർക്കാരിന്റെ വികസനങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും അതിനെ എതിർക്കരുത്. പാവങ്ങൾ കിട്ടണം. ഇപ്പോ ബഹുമാനപ്പെട്ട രാഘവൻ സാർ ഇവിടെ സൂചിപ്പിച്ചു ആസിഫയുടെ കാര്യം. ഒരു പാവമായിട്ടുള്ള ഒരു കുട്ടിക്കുണ്ടായിട്ടുള്ള ദാരുണമായ മരണം നമ്മളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും വേദനിച്ചതാ. പക്ഷേ ആസിഫെ ഓർക്കുമ്പോ കേരളത്തിലെ പട്ടികജാതിക്കാരനായ മധുവിനെ ഓർക്കണം. എന്തേ അത് ഓർക്കാത്തെ? ആസിഫെ മാത്രം ഓർത്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ രാജ്യത്ത് നടക്കുന്ന എല്ലാ മരണങ്ങളും, എല്ലാ പാവങ്ങളുടെ മരണങ്ങളും നമ്മൾ നോക്കണം. രാഘവൻ സാർ ആദ്യത്തെ ഇത് പറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തെ നഷ്ടവസന്തത്തിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 70 വർഷം ഈ രാജ്യം പിന്നിടുമ്പോൾ ഏതാണ്ട് 70 വർഷത്തിൽ BJP ഭരണം ഒഴിച്ച കഴിഞ്ഞ 5 വർഷം നഷ്ടവസന്തം ഒഴിച്ചാൽ വസന്തത്തിന്റെ കാലമായിരുന്നു എന്ന് ആദ്യം തന്നെ രാഘവൻ സാർ സമ്മതിക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ രാജ്യത്ത് സുശക്തമായ ഒരു ഭരണം തിരിച്ചു വരണം എന്നുള്ളതാണ് അതിൽ നിന്ന് രാഘവൻ സാറ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഈ രാജ്യം പിന്നിടുമ്പോൾ 60,000 പേര് ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്ത കർഷകരുണ്ട് എന്നുള്ളതാണ്. ഇത് BJP-യുടെയും ഒപ്പം തന്നെ CPM-ന്റെയും സാറ് പറഞ്ഞാണ്. കാരണം CPM-ന്റെ മനസ്സിലിരിക്കുന്ന ഒരു ആഗ്രഹം അദ്ദേഹത്തിന് തുറന്നു പറയാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പൊ എത്ര ചോദിച്ചാലും അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. CPM-ന്റെ മനസ്സിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിട്ട് വല്ല വോട്ട് വല്ലതും എങ്ങനെ ഞാനൊന്ന് പറഞ്ഞു വന്നാൽ അന്നേരം പിന്തുണ കൊടുക്കുക. ഇത് പുതിയ കാര്യമല്ലല്ലോ. ഒരു നേതാവിനെ നഷ്ടപ്പെട്ട പാർട്ടിയല്ലേ കോൺഗ്രസിന് പിന്തുണ കൊടുത്തതിന്റെ പേരിൽ ഒരു നേതാവിനെ, ഒരു തലമുതിർന്ന നേതാവിനെ നഷ്ടപ്പെട്ട പാർട്ടിയാ CPM. അപ്പൊ നഷ്ടപ്പെടാൻ പോലും അവർ തയ്യാറാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്ന ആ സ്വപ്നത്തിലാണ് ജീവിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമോ എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയാണ്. അദ്ദേഹം നഷ്ടവസന്തം വീണ്ടും വരും എന്നുള്ള ആ ആദ്യത്തെ UPA സർക്കാർ വരും എന്നുള്ള ആഗ്രഹത്തിലാണ്. ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങള് CPM-നോടും കോൺഗ്രസിനോടും സമീപനം എടുത്തിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല, രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണുള്ളത്. ഒരു സംശയം വേണ്ട. ഈ നഷ്ടങ്ങളുടെ മൊത്ത കണക്കാണ്. ഇതുവരെയുള്ളതെല്ലാം നഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച മൊത്തം നഷ്ടങ്ങളാണ്. ആ നഷ്ടക്കണക്കിന്റെ പ്രായോഗിക പ്രവർത്തകരാണ് ഇവര്, അതിന്റെ പ്രായോജകരാണ്. അവസാനം നമ്മുടെ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചതിന്റെ അവസാനത്തെയാണ് തിരുവനന്തപുരം വിമാനത്താവളം കൂടി അദാനി കൊണ്ടുപോയി. അത്രയേ ഉള്ളൂ. കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചു, അദാനി കൊണ്ടുപോയി. ഇതാരാ ഇതിന്റെ പ്രായോജകർ? ഇപ്പൊ BJP ആണ്. അത്രയേ ഉള്ളൂ. അദാനി കൊണ്ടുപോകുന്നവരാൻ മിണ്ടിയില്ല. അദാനി കൊണ്ടുപോയി കഴിഞ്ഞ ആ വീട്ടിൽ പോയി കാലമായി പറയുന്നത് കേരളത്തിലെ പെൻഷൻകാർക്കും സർവീസ് പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് അത് റിലയൻസിനാ കൊടുത്തിട്ടുള്ളത്. അതാരാ? കേരള ഗവൺമെന്റ് കമ്പനിയാണോ റിലയൻസ്? അപ്പൊ ഈ പറയുന്ന ഇടതുപക്ഷത്തിനൊന്നും ഇതിനോടൊന്നും ആത്മാർത്ഥതയില്ല. ഒന്ന് ബഹുമാന ശ്രീ KK ഷാജുവിനോടാണ്. അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്താണ്. അതുകൊണ്ട് അദ്ദേഹം MP, നിലവിലുള്ള MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരക്ഷരം അദ്ദേഹത്തിന് ഉരിയാടാനില്ല. അദ്ദേഹം പറഞ്ഞത് MP വികസന പ്രവർത്തനങ്ങളൊക്കെ ചോദിച്ച പറഞ്ഞത് ചെങ്ങന്നൂർ 2 ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. 2 ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നത് ഇഷ്ടക്കാരെ ഇരുത്തി അവർക്ക് വേതനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ല. നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ല. ഈ MP ഈ 10 കൊല്ലക്കാലമായി
ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ എടുത്തു പറയാവുന്ന, എടുത്തു കാണിക്കാവുന്ന എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തിയതായിട്ട് ശ്രീ കെ ഷാജുവിന് മാത്രമല്ല ഏതെങ്കിലും കോൺഗ്രസ് ഒരു മണ്ഡലത്തിലെ വോട്ടറുടെ ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്. ചോദിക്കട്ടെ, അതിനുശേഷം പറയൂ. മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെട്ട മാവേലിക്കര അസംബ്ലി മണ്ഡലത്തിൽ ഞാൻ എന്റെ കണക്ക് പറയുകയാണ്, 5 രൂപയുടെ എടുത്തു കാണിക്കാവുന്ന ഏതെങ്കിലും പൊതുസ്ഥാപനങ്ങൾ ഈ MP വക വന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളുടെ ഇഷ്ടക്കാരുടെ റോഡ് ഇറണ്ടി കാണുമായിരിക്കും, നിഷേധിക്കുന്നില്ല. പക്ഷേ എടുത്തു പറയാവുന്ന ഒരു പൊതുസ്ഥാപനം സ്ഥാപനമാണ് പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടത്തില്ല. അവിടെ പുതിയ സംരംഭം ആരംഭിക്കും. നല്ല മനോഹരമായിട്ട് 40 വർഷമായിട്ട് ചോദ്യം. ഇന്ത്യക്കകത്ത് തീവ്ര ഹിന്ദുത്വവാദികളുടെ അഴിഞ്ഞാട്ടു ആക്രമണം കൊണ്ട് എത്ര ആയിരങ്ങൾ കൊല്ലപ്പെട്ടു ഈ രാജ്യത്ത്? നിങ്ങൾക്ക് കണക്കുണ്ടോ? ഇത് ഈ മാവേലിക്കര മണ്ഡലത്തിൽ കാണാവുന്നത് 3-4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, റെയിൽവേ സ്റ്റേഷന് സമാന്തരമായ റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്. അതുകൂടാതെ അവിടെ മേൽപ്പാലം, ആ ഓവർബ്രിഡ്ജ് എന്നാണ് പറയുന്നത്, അതിന് മലയാളത്തിൽ മേൽപ്പാലം എന്നും പറയും. ആ മേൽപ്പാലം സുജാതയായിരുന്നപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ കൊടിക്കുന്നിൽ വന്നാണ് അതിന് നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. ഒരു സംശയം വേണ്ട, പുതിയ മേൽപ്പാലത്തിന് ഇപ്പൊ അനുമതിയായി. അപ്പൊ അതൊന്നും കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുത്തത് ഇപ്പോഴാ. സുജാത MP ആയപ്പോ പൈസ കൊടുത്തിട്ടില്ല. സുജാത ഉണ്ടായിരുന്നതിന്റെ ഒരു അടയാളപ്പെടുത്തലും ഇവിടെ ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ കൊടിക്കുന്നിൽ സുരേഷ് MP അദ്ദേഹം വന്നതിന് ശേഷമാണ്. ഈ മാവേലിക്കരയിലെ 16 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായി ശ്രീ കൊടിക്കുന്നിലായി വന്നിട്ടുണ്ട്. ഓരോ റോഡും പറയാൻ നിന്നാൽ നേരം വെളുക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പറഞ്ഞതിനോട് ഞാനും കുറച്ച് ഭാഗം ചോദിക്കുക. കൊടിക്കുന്നിൽ സുരേഷ് MP എന്ന് പറയുന്ന ജനപ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുള്ളെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ട് സുജാത MP ആയിരുന്ന സമയത്ത് ഇവരാണ് രാജ്യം ഭരിച്ചത്, അന്ന് ഫണ്ട് കൊടുത്തില്ല. ഇപ്പോൾ ആര് MP ആയാലും കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കൊടുക്കും, അതുകൊണ്ട് രാജ്യത്ത് വികസനം നടക്കുന്നു, അത്രേ ഉള്ളൂ. ഭീകരവാദം ഇല്ലാതാക്കിയോ എന്ന് ചോദിക്കും. സാറിനെ പോലൊരു മുതിർന്ന ആള് ഇവിടെ ചോദിക്കുക, ഈ രാജ്യത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാനിൽ പോയി ഭീകരവാദികളെ ഇല്ലാതാക്കിയ ഒരു സർക്കാരുള്ള ഈ രാജ്യത്ത് ചോദിക്കുക, ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഈ ലോകരാജ്യം. ഞാൻ പറയുന്ന കേക്ക് സാറേ, ചോദിച്ചപ്പോ ഞാൻ കേട്ടല്ലോ. ഈ രാജ്യത്ത് ലോകത്തെവിടെയുമുള്ള ഭീകരവാദത്തിനെതിരായി ഈ ലോകത്തെ നയിക്കാൻ കൽപ്പുള്ള രാജ്യമായി ഭാരതം മാറി. ഇവിടെ ഏത് ഭീകരാക്രമണം? ജമ്മു കാശ്മീരിന് വെളിയിൽ ഒരു ഭീകരവാദ പ്രവർത്തനം BJP സർക്കാർ ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടോ തെളിയിക്കാവോ? തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭരിച്ചപ്പോഴാണ് കാർഗിൽ 3000-ഓളം വരുന്ന ഇന്ത്യൻ സൈനികരെ പാകിസ്ഥാൻ 40 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി. ഇന്ത്യക്ക് 40 കിലോമീറ്റർ ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഉള്ളിൽ കയറി 3000 പട്ടാളക്കാരെ കൊലപ്പെടുത്തിയത് കാർഗിൽ യുദ്ധത്തിലാണ്. ഈ അടുത്ത കാലത്ത് പാർലമെന്റിൽ ആധികാരികമായി വെച്ച ഒരു കണക്ക് പത്രത്തിൽ വന്നു. ഇതെന്റെ കണക്കല്ല, പത്രത്തിൽ വന്നൊരു കണക്കാണ്. അത് ഞാനൊന്ന് ഉന്നയിക്കുകയാണ്. ഈ നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടന്നിട്ടുള്ള തീവ്രവാദി ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് 109, ഇതുവരെ നടന്നിട്ടുള്ളത്, അതിനുശേഷം നടന്നിട്ടുള്ളത് 626. കൊല്ലപ്പെട്ട ആ ജവാന്മാർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് 139, ഇപ്പോൾ 483. എനിക്കറിയാം, നിങ്ങൾക്ക് സംശയം കാണും, കാരണം അതിന്റെ വെളിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ബഹളം വെക്കണ്ട. കൊല്ലപ്പെട്ട സാധാരണക്കാർ 12, ഇപ്പോൾ 210. അതിർത്തി ലംഘനങ്ങൾ മൻമോഹൻ സിംഗിന്റെ കാലത്ത് 563, ഇപ്പോൾ 5596. എൻ്റെ നാട്ടുകാരനായ താമരക്കുളത്തുകാരനായ പ്രാണേഷ് കുമാറിനെ ഭീകരാക്രമണത്തിൽ
എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വ്യാജ ഏറ്റുമുട്ടലുണ്ടാക്കി കൊലപ്പെടുത്തിയ ഗുജറാത്ത് ഉൾപ്പെടെ ഭീകരാക്രമണങ്ങളുടെ പരമ്പര സൃഷ്ടിച്ച BJPക്ക് ഭീകരാക്രമണത്തെക്കുറിച്ച് എന്ത് പറയാൻ എന്താണ് ധാർമ്മികത എന്ന് പറയുന്നത്? അദ്ദേഹം അവതരിപ്പിച്ച ആ കണക്കിന്റെ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം അവതരിപ്പിച്ച അതിന്റെ ഒരു കോപ്പി തരണം. ഇങ്ങനെ രാഘവൻ പറഞ്ഞതുകൊണ്ട് കണക്കാതിരിക്കത്തില്ല. അല്ലല്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കല്ലേ? പാർലമെന്റിന്റെ രേഖകൾ നോക്കിയാൽ മതി. രാജ്യത്ത് ഒരു മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്ത രേഖകളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. താങ്കളോടാണ് ചോദ്യം. നമ്മൾ മണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടി കടന്നു വരണം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു പിന്നെ MP കണ്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചെങ്ങന്നൂർ സൈഡിൽ നിന്ന് നമുക്ക് യാത്ര എല്ലാം ബ്ലോക്ക് ആയിരുന്നു. ഈ MP എന്ന് പറഞ്ഞ കൃഷ്ണൻ ഒന്നല്ല. ചേട്ടൻ പറഞ്ഞ കറക്റ്റാ, സഞ്ജയ് ജി പറഞ്ഞ കറക്റ്റാ. ചെങ്ങന്നൂർ ബ്ലോക്ക് ആയി. MP ഒരു സ്ഥലത്ത് ചെങ്ങന്നൂർ ബ്ലോക്ക് ആയി. അല്ല, MP ഒരു സ്ഥലത്തിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പങ്ക് അവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ പറയാം, MP ഒരു കൃഷ്ണനോ അല്ലെങ്കിൽ ഒരു ദൈവമല്ല. ഇവിടെയും ദർശനം കൊടുത്തിട്ട് അവിടെയും ദർശനം കൊടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത് പത്രത്തിന്റെ കാര്യം പറയുന്നു. അടുത്ത പറഞ്ഞ MP ഒന്നും ചെയ്തിട്ടില്ല പറഞ്ഞു. കഴിഞ്ഞ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പേ ഇതേ കുറ്റമായിരുന്നു. MP ഒന്നും ചെയ്തില്ല. എല്ലാ പത്രത്തിലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ 2 MPമാരാണ് ഈ മണി ഉപയോഗിച്ചത്. ഒന്ന് വേണു, പിന്നെ കുടുക്കൽ സുരേഷ്. അപ്പൊ പറഞ്ഞു കുടുക്കൽ സുരേഷ് ജയിക്കാൻ പോകുന്നില്ല. കുടുക്കൽ സുരേഷ് ജനം തീരുമാനിച്ചു. കുടുക്കൽ സുരേഷ് അതിനേക്കാളും ഭൂരിപക്ഷമായിട്ട് ജയിച്ചു. രണ്ടാമത് MP എന്ത് ചെയ്തു? ഒരു മിനിറ്റ്. നമ്മുടെ ഇന്ത്യ രാജ്യം ഈ വിദേശമായിട്ട് വന്നപ്പം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. ഇന്ന് 70 വർഷം വരേക്കും നമ്മുടെ സർക്കാർ കോൺഗ്രസ് ആണ് ഭരിച്ചത്. ഇന്ന് ഒരു നൂലുണ്ടാക്കണം, ഒരു നൂൽ വെച്ച ഒരു തുണി പിഴയണം, ഒരു ഷർട്ട് ഇടണം, ബട്ടൺ ഇട്ട് കൊടുത്തു. ഷർട്ട് ധരിപ്പിക്കാൻ പറഞ്ഞാണ് BJP ചെയ്തത്. അത്രേ ഉള്ളൂ. അത് വെരി ഈസിയാണ്. ഈ ഒരു കോട്ടൺ നൂൽ ഉണ്ടാകും, ഒരു കൃഷി, ഒരു കോട്ടൺ ഉൽപ്പിക്കുക. അത് വ്യക്തമാണ്. അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ത്രെഡ് ഉണ്ടാക്കി. ത്രെഡിൽ നിന്ന് ഒരു തുണി ഷർട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത്രേ ഉള്ളൂ. രൂപയും ഭാരതത്തിന് ചേർന്നല്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞു. കോൺഗ്രസ് ഇത്രയും കാലം രാജ്യം ഭരിച്ച് അവരുണ്ടാക്കിയ നൂലിലും അവരുണ്ടാക്കിയ ശർക്കയിലും അവരുണ്ടാക്കിയ സംവിധാനത്തിലും ഷർട്ട് തയ്ച്ചു. ആ ഷർട്ട് ഇടുന്ന ഉത്തരവാദിത്തം മാത്രമേ BJPക്കുള്ളായിരുന്നു. ഞാൻ പറയുന്നു, കോൺഗ്രസ്സുകാർ ഇത്രയും കാലം ഉണ്ടാക്കിയ നൂലും അവരുടെ സംവിധാനങ്ങളും അവരുടെ ഷർട്ടും ഭാരതത്തിന് ചേരുന്നതല്ലായിരുന്നു. അതുകൊണ്ട് അവരെ ഊരിക്കളഞ്ഞു. അതുകൊണ്ടാണ് ഈ രാജ്യം ഭരിച്ചപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. നമുക്ക് അവസാനിക്കുന്ന സമയമായി. കഴിഞ്ഞ 10 വർഷക്കാലം മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ വികസനമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള വികസനങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? പ്രളയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സകല പത്ര ദൃശ്യ മാധ്യമങ്ങളും വളരെ വ്യക്തമായി പറഞ്ഞു MPയുടെ സാന്നിധ്യം പ്രളയ മേഖലയിൽ. ഞാൻ പറഞ്ഞുതരാം. ആലപ്പുഴയിലെ ക്യാമ്പിലെത്തിയ കൊടിക്കുന്നിൽ സുരേഷിനെ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങൾ കൂവി വിളിക്കുന്നത്, കൂവി പുറത്താക്കുന്നത് ഈ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് കൊടിക്കുന്നിൽ സുരേഷ് പോയെടുത്തെല്ലാം അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയക്കാർ ഒരു ചോദ്യം വളരെ ചുരുക്കി. അടുത്തത് പാർലമെന്റ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഈ രാജ്യത്ത് പട്ടാളക്കാർക്ക് പോലും രക്ഷയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ സൈനികർ കൊല ചെയ്യപ്പെട്ടത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലാണ്.
ഈ രാജ്യത്ത് ഭീകരവാദവും കള്ളപ്പണവും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ വിനിയോഗിച്ചുകൊണ്ടിരുന്ന 86% വരുന്ന 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ പിൻവലിച്ചത്. അതിൻ്റെ ബാക്കി പത്രം പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്ത് ഭീകരവാദം ഏറ്റവും കൂടുതൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത് നോട്ട് നിരോധനത്തിന് ശേഷം. ഇന്ത്യൻ പട്ടാളത്തിന്റെ ഉറവിടങ്ങളിൽ പോലും കയറി ഭീകരവാദികൾക്ക് ആക്രമണം നടത്താൻ കഴിയുന്ന നിലയാണ് BJPയുടെ ഭരണത്തിന് കീഴിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചത് LDF ഗവൺമെന്റ് 1000 ദിനങ്ങൾ പിന്നിടുമ്പോൾ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതാണ്. കണക്കുണ്ട്. 1000 ദിനങ്ങൾ പിന്നിടുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി 1,00,000-ലധികം വരുന്ന അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് നിയമനം നൽകി ഗവൺമെന്റ്. 20,000 പുതിയ തസ്തികകൾ കേരളത്തിൽ സൃഷ്ടിച്ചു. 1,67,00,000 സ്ക്വയർ ഫീറ്റ് സ്പേസ് IT-ക്ക് വേണ്ടി കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു 1000 ദിവസത്തിനിടയിൽ. 2 ലക്ഷം തൊഴിൽ IT മേഖലയിൽ ഈ ഗവൺമെന്റ് സൃഷ്ടിച്ചു. ചോദ്യത്തിലേക്ക് വരൂ. BJPയും കോൺഗ്രസും ഒരേ നയം, ആഗോളവൽക്കരണത്തിന്റെ നവലിബറൽ നയങ്ങൾ ഒരേപോലെ നടപ്പിലാക്കുന്ന പാർട്ടികളാണ്. മറുപടിയിൽ ഒരു ചോദ്യമുണ്ട്, അതാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. മറുപടിയിൽ ചോദ്യമുണ്ട്, അതാണ്. ചേട്ടാ ഇത്ര അസഹിഷ്ണുത എന്തുവാ? എന്തിനാ ഈ ബഹളം ഉണ്ടാകുന്നത്? BJPയുടെയും കോൺഗ്രസിന്റെയും ഒരേ നയമാണെന്ന് രണ്ടുപേരും ചേർന്ന് രാജ്യം ഭരിക്കാൻ തയ്യാറെടുക്കുന്ന അവസരത്തിലാണ് ഈ അദ്ദേഹം ഇവിടെ നോട്ട് നിരോധനം കൊണ്ടുണ്ടായിട്ടുള്ള ഗുണത്തെ പറ്റി, നിരോധിച്ച കാര്യത്തെ പറ്റി, ജനങ്ങളെ ഉണ്ടായിട്ടുള്ള ഗുണങ്ങളെ പറ്റി ഞാൻ പറയട്ടെ. പ്രത്യക്ഷ നികുതിയായിട്ട് 2013-14 വർഷം 6.35 ലക്ഷം കോടി രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം 12 ലക്ഷം കോടി രൂപ പ്രത്യക്ഷ കള്ളപ്പണം നടത്തിക്കൊണ്ടിരുന്ന ചുമ്മാ ബഹളം ഉണ്ടാകും. കള്ളപ്പണം പൂഴ്ത്തിവച്ചിരുന്ന ഈ നേതാക്കന്മാർക്ക് വിഷമം ഉണ്ടാകും. അതിന് ഞാൻ പറഞ്ഞു, അതിന് സാധാരണക്കാരൻ ജനങ്ങൾക്ക് ഗുണം. ആ നികുതി നികുതി മാവേലിക്കര മണ്ഡലത്തിന് വേണ്ടി നിന്നും 8.6 കോടിയിലേക്ക് നികുതി ഈ രാജ്യത്തിന്റെ വികസനം നടപ്പിലാക്കി. മാവേലിക്കര മണ്ഡലം ഒരു ചരിത്ര നഗരമാണ്. ഇന്ന് കെട്ടുകാഴ്ച തുടങ്ങുന്ന ചെട്ടികുളങ്ങര മുതൽ നൂറിനാട് മുതൽ തഴക്കര മുതൽ കെട്ടുകാഴ്ചകളുടെ നഗരം. ജാതിരഹിത നമ്മുടെ മണ്ഡലം വേണ്ട, തൊട്ടടുത്ത് ഇവിടുന്ന് കെട്ടുകാഴ്ച പോകുന്നുണ്ട്. ജാതിരഹിത സമൂഹം നിലകൊണ്ട ഈ മണ്ഡലം ഇന്ന് അതപ്പതിച്ച് കുട്ടിച്ചോറായി. ഇന്ന് ഈ കെട്ടുകാഴ്ച തുടങ്ങുമ്പോഴും ലോക ടൂറിസം പദ്ധതിയിലേക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ബഹുമാനപ്പെട്ട MP ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനു വേണ്ടി ഒരു മതേതരത്വം എന്ന് പ്രസംഗിച്ചാൽ പോരാ. അതിവിടുത്തെ ജനം കൊടിയുടെ നിറം നോക്കാതെ ജാതിരഹിത സമൂഹമായി ഒന്നിച്ചു വലിച്ചുകൊണ്ട് നീങ്ങുന്ന ഈ പ്രദേശത്ത് എത്രയോ പുരാതനമായ ബുദ്ധന്റെ പ്രതിമ കൂടി നിലകൊള്ളുന്ന ഈ സ്ഥലത്തിന് വേണ്ടി, ഈ ചരിത്ര നഗരത്തിന് വേണ്ടി ചെയ്ത പദ്ധതികൾ എന്തൊക്കെയാണെന്ന് താങ്കൾക്കൊന്ന് വിശദീകരിക്കാൻ. അദ്ദേഹം പറഞ്ഞ ചെട്ടികുളങ്ങര നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പെടുന്നതല്ല. ചെട്ടികുളങ്ങര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ലോക പൈതൃക കേന്ദ്രമാക്കി പ്രഖ്യാപിക്കുന്ന അടക്കം അവിടുത്തെ കേബിൾ ശൃംഖല അടക്കം ആലപ്പുഴ MP കൃത്യമായി അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വെറുതെ പറയുകയാണ്. അവസാനമായി 3 നേതാക്കൾക്കും ഒറ്റ വാക്കിൽ കാര്യങ്ങൾ ഒതുക്കാം. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ അതിൽ താങ്കളിലേക്ക് വരാം. എന്താണ് താങ്കൾക്ക് അവസാനമായി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, മാവേലിക്കര മണ്ഡലവുമായി ബന്ധപ്പെട്ട് BJPയുടെ അവകാശവാദങ്ങൾ എന്ത്, അല്ലെങ്കിൽ പ്രതീക്ഷ എന്ത്? കേരളത്തിൽ ചർച്ച ആക്ട് പോലെയുള്ള ഭീകരമായ നിയമങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന, യുവാക്കളെ വഞ്ചിച്ച, കർഷകരെ വഞ്ചിച്ച ഈ ഇടതുപക്ഷത്തെയും രാജ്യത്ത് ഒരു വികസനവും നടപ്പിലാക്കാതെ ജനങ്ങൾ തൂത്തെറിഞ്ഞ കോൺഗ്രസിനെയും പിന്തള്ളിക്കൊണ്ട് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ വരും. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾക്ക്. ഇത് ഈ മണ്ഡലത്തിന്റെ വികസനം ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു വാക്ക് ഞാൻ പറയട്ടെ. നമ്മുടെ പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ശ്രീ പർവേസ് മുഷറഫ് ആ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞത് ഇമ്രാൻഖാനോടുള്ള ഒരു ഉപദേശമാണ്. ഇമ്രാൻഖാനോടുള്ള ഉപദേശമാണ്. മിസ്റ്റർ ഇമ്രാൻഖാൻ, നിങ്ങൾ ഒരു ബോംബ് കൊണ്ട് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ ഇടരുത്.
നിങ്ങൾ ഒരു ബോംബ് കൊണ്ട് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിലിട്ടാൽ 20 ബോംബ് ഇന്ദിരാഗാന്ധി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാനെ ഭസ്മമാക്കി കളയും. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് ഇമ്രാൻഖാനോട് പർവേസ് മുഷറഫ് ഉപദേശിച്ചു. ആ നിലയിൽ ഇന്ത്യയെ കെട്ടിപ്പടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ BJPക്കെതിരായി രാജ്യത്തെ നിരപേക്ഷ തകർക്കുന്ന, ജനാധിപത്യം തകർക്കുന്ന, ഭരണഘടന തകർക്കുന്ന ശക്തികൾക്കെതിരായുള്ള വലിയ പോരാട്ടത്തിലാണ്. ആ പോരാട്ടത്തിന് ചിറകു മുളയ്ക്കുമ്പോൾ നിശ്ചയമായും ഈ മാവേലിക്കര മണ്ഡലം അടക്കം ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കും. അതിന് തുണയാകുന്നത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൂടിയായിരിക്കും. ഏറ്റവും ഒടുവിൽ ശ്രീ രാഘവൻ, LDF സർക്കാരിന്റെ നേട്ടങ്ങൾ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ LDF സർക്കാരിന്റെ നേട്ടങ്ങൾ മുൻനിർത്തിയാണോ ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടുന്നത്? ജനങ്ങളുടെ മനോഭാവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നായിരുന്നു. ആ മനോഭാവത്തിന് ഒരു മാറ്റവും വരാതെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇടതുപക്ഷത്തെ സമ്പൂർണമായി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. 20 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത്. വളരെ വ്യക്തമാണ്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. സമയപരിമിതി മൂലം ചർച്ച അവസാനിപ്പിക്കുകയാണ്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ആര് വാഴും ആര് വീഴും പടക്കളം നാളെ മറ്റൊരു മണ്ഡലത്തിൽ. നന്ദി, നമസ്കാരം.